ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ജനറ്റ് എഫ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഹെഡ് ഷോട്ട് ക്യാരക്ടർ കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് ക്യാരക്ടർ സ്കില്ലിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വേണ്ട റേഡൻ ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ സ്കില്ല് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഒരു ചെലന്തി പോവും, അപ്പോൾ ആ ചെലന്തിയുടെ റൗണ്ടിലുള്ളവർ ഇത് പിടിക്കും, ഡാമേജ് കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അവരുടെ മൂവ്മെൻറ്റ് സ്പീഡും ഈ ചെലന്തി കുറയ്ക്കുന്നതാണ്. 80% എനിമികളുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഇത് കുറയ്ക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എനിമിനെ അടിച്ചിടാൻ പറ്റുന്നതാണ് ഷോർട്ട് റേഞ്ചിൽ. അപ്പോൾ അടുത്ത ക്യാരക്ടർ സ്കില്ലാണ് ലൂണ. ലൂണയുടെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫയർ ആണ്. ഓൾറെഡി ലൂണ നിങ്ങൾക്ക് 8% റേറ്റ് ഓഫ് ഫയർ തരുന്നതാണ്. അപ്പോൾ ഗൈസ് അടുത്തയാണ് വൂൾഫുറ ക്യാരക്ടർ. വൂൾഫുറയുടെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൂൾഫുറ ഇട്ടിട്ട് എനിമിക്ക് അടിക്കുമ്പം അത്യാവശ്യം ഹെഡ് കയറുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഡാമേജ് കയറുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എനിമി ലെവൽ 3 ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ നമുക്ക് നല്ല പണി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനവും എനിമി കൊണ്ടുവരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡാമേജ് കുറഞ്ഞായിരിക്കും കിട്ടുന്നത്. വൂൾഫുറ ഉള്ളപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ല ഗൈസ്. നമ്മളെ എനിമിയുടെ തലക്കടിക്കുമ്പോൾ 21% ഹെഡ് ഷോട്ട് റേറ്റ് കൂടുകയും എനിമി നമ്മുടെ തലക്കടിക്കുമ്പോൾ 30% കുറയുകയും ചെയ്യും ഗായ്സ്. അപ്പോൾ അടുത്ത ക്യാരക്ടറാണ് കോർലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ചിലൊരു കിടുക്കാഴ്ച ഒരു ക്യാരക്ടർ നമുക്ക് തന്നെ പറയാം. അപ്പോൾ ഈ കോർലൈൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോട്ട് ഗണ്ണ് വെച്ച് ഓടുന്ന സമയത്ത് നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഉണ്ടല്ലോ, അത് 16 ഇൻക്രീസ് ആവും. അത് 16 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂവ്മെൻറ്റ് സ്പീഡും കാലൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ഈ ഒരു ക്യാരക്ടറും കൂടി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് നല്ല പക്ക രീതിയിൽ തന്നെ ഷോർട്ട് റേഞ്ചിൽ വൺ ഡേ പിടിക്കാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ നമ്മൾ റേറ്റ് ഓഫ് ഫയർ, ഡാമേജ്, സ്പീഡ് ഇത് മൂന്നും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം റേഡൻ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇടുക. ശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഹെഡ് ഷോട്ട് കയറുന്നതായിരിക്കും. പിന്നെ ഡ്രാഗിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.